കൊള്ളാം സൂപ്പറാണ്. ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റൈസാണ് കേട്ടോ. ഞാൻ 2 മണിക്കൂർ മുന്നേ കുതിർത്തിട്ടേക്കുന്നതാണ്. ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ 2.5 ഗ്ലാസ് ചെറിയൊരു കപ്പിനകത്ത് അങ്ങനെ അളന്നാണ് എടുത്തത് കേട്ടോ. പിന്നെ പച്ചമുളകും സവോളയാണ്. സവോള ഒരെണ്ണം ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ചെറിയ തോതിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം. ഞാൻ കത്രികയ്ക്ക് അരിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കത്തിയിൽ അരിയുമ്പോഴത്തേക്കിനും കൈ ഭയങ്കരമായിട്ട് പുകയുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെ അരിയുമ്പോൾ എനിക്ക് ആ പ്രോബ്ലം അങ്ങ് മാറി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലെ 3 തക്കാളിയാണ് കേട്ടോ. ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഇത് മുക്കി വെച്ചേക്കുകയാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ തോതി വരഞ്ഞു വെച്ചിട്ടുണ്ട്, കാരണം പൊളിച്ചെടുക്കാനുള്ള പാകത്തിനാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചതാണിത്. പിന്നീട് നമുക്ക് വേണ്ടത് ബിരിയാണി മസാലക്കൂട്ടാണ്. അതായത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇനി വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ തക്കാളിയുടെ തോല് പൊളിച്ച് കളയാം. നമ്മൾ ചൂട് വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് തന്നെ നല്ല പോലെ അത് ഉരിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 എണ്ണത്തിൻ്റെയും നമ്മൾ നല്ല രീതിയിൽ തൊലി ഉരിച്ചെടുക്കണം. തൊലി ഉരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ അത് പേസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നീട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ നമ്മുടെ മസാലക്കൂട്ടായ ഗ്രാമ്പു, ഏലക്ക അങ്ങനെ തുടങ്ങിയവ ഇട്ട് കറുവപ്പട്ടയൊക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് ഒരു വേവായി വരുമ്പോൾ അല്ലെങ്കിൽ അത് ആ എണ്ണയിലേക്ക് അലിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് അതിൻ്റെ കളറ് മാറുന്നിടം വരെ നമുക്കത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നീട് അതിന് ശേഷം വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാനായിട്ട്. അത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ തക്കാളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിന് ചുറ്റിനും ചെറിയ വെളുത്ത പാട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വെളുത്ത പാട് വരുന്നതെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര കഴുകിയാലും ആ ഒരു പാട് മാറത്തില്ല. അതുകൊണ്ട് തന്നെ ആ കുക്കറിലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ഗരം മസാല ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് അതിലേക്ക് മിക്സ് ചെയ്ത് അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 2.5 കപ്പ് അരിക്ക് 2.5 കപ്പ് തന്നെ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ടൊമാറ്റോ ഞാൻ അരച്ച് ചേർത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിലാക്കി എടുക്കുക. ആ ടൈം കൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് റെഡിയാക്കി വെക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി നോക്കുക, അടിക്ക് പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിട്ടാണോ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് പിന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മളിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ടൊമാറ്റോ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. സാധാരണ മിക്കവരൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്, പക്ഷേ എനിക്കെന്തോ ഇതൊക്കെ ഉണ്ടാക്കാനൊരു ധൈര്യം അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും 2 കൽപ്പിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് എന്നെപ്പോലെ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.